വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ കേബിൾ ടി വി മേഖലയിൽ സാങ്കേതിക തികവിന്റെ പുതിയ അധ്യായം രചിച്ച കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. സമാപന ദിനമായ ഞായറാഴ്ച കേരള വിഷൻ ചാനൽ സാറ്റലൈറ്റ് ആവുന്നതിന് മുന്നോടിയായി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം അനുവദിച്ച ലൈസൻസ് സർട്ടിഫിക്കറ്റ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൈമാറി. കേബിൾ ടി വി മേഖലയുടെ ജനകീയ അടിത്തറയും സാങ്കേതിക മുന്നേറ്റവും അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് 2 ദിവസങ്ങളായി ആലപ്പുഴയിലെ NH അൻവർ നഗറിൽ നടന്നുവന്ന COA സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. ഡിജിറ്റലൈസേഷൻ വിജയകരമായി പൂർത്തീകരിച്ച ശേഷം സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഇന്റർനെറ്റ് സൗകര്യം വിപുലീകരിക്കുവാൻ സമ്മേളനം തീരുമാനിച്ചു. സംഘടനയുടെ കേരള വിഷൻ ചാനൽ സാറ്റലൈറ്റ് രംഗത്തേക്ക് ചുവടുവെക്കുന്നതിനും സമ്മേളനവേദി സാക്ഷ്യം വഹിച്ചു. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ചാനലിന് അനുവദിച്ച അനുമതി സർട്ടിഫിക്കറ്റിന്റെ കൈമാറ്റ ചടങ്ങ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കേബിൾ ടി വി മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നടത്തുന്ന ശ്രമം തുടരണമെന്ന് ചെന്നിത്തല അഭ്യർത്ഥിച്ചു. ലോകം മുഴുവൻ ഈ കമ്മ്യൂണിക്കേഷൻസിന്റെ അതിവിപുലമായ വളർച്ചയുടെ മുമ്പിൽ അന്താളിച്ചു നിൽക്കുന്ന ഒരു കാലമാണ്. വാർത്തകളെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. വാർത്തകൾ അതിവേഗം ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഒരു വാർത്താ വിസ്ഫോടനം നടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ശരിയായി പറഞ്ഞാൽ വി ആർ വിറ്റ്നസിംഗ് എ റെവല്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻസിന്റെ വിപ്ലവമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്ന നിരവധി സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. നേരത്തെ വർത്തമാന പത്രങ്ങളായിരുന്നെങ്കിൽ അത് പിന്നെ ടെലിവിഷനിലേക്ക് മാറി. ടെലിവിഷനിൽ നിന്ന് അത് സോഷ്യൽ മീഡിയയിലേക്ക് മാറുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് അതിപ്പോൾ ഇന്റർനെറ്റിൽ, അതോടൊപ്പം തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ്, ട്വിറ്റർ, ടംബ്ലർ തുടങ്ങിയ പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഞാൻ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ച ഒരു മേഖലയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ആർക്കും നമ്മളെ ബന്ധപ്പെടാം, അപ്പോയിൻമെൻ്റ് എടുക്കാം, നമുക്ക് നിവേദനം തരാം, നമ്മുടെ സമയം ചോദിക്കാം, നമ്മളോട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. ആർക്കും തിരുവനന്തപുരത്ത് വന്ന് മന്ത്രിയെ കാണേണ്ട ആവശ്യമില്ല. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഈ മാർച്ച് മാസം മുതൽ സജീവമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ആർക്ക് വേണമെങ്കിൽ നമ്മളുമായിട്ടുള്ള ആക്സസ് വർദ്ധിക്കുകയാണ്. പരാതി തരാനോ ആർക്കെങ്കിലും നിവേദനം തരാനോ പഴയ കാലത്തെ പോലെ ഇവിടുന്ന് ബസ് കയറി ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മെസ്സേജ് തരണമെങ്കിൽ നമുക്ക് ഇപ്പോൾ SMS അയക്കാം, നെറ്റിലൂടെ, അതോടൊപ്പം തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ അതിവിപുലമായ ഒരു വളർച്ച കമ്മ്യൂണിക്കേഷൻസിന്റെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാലമാണ്. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രയോഗത്തിൽ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഇതിനു വേണ്ടിയിട്ട് 3-4 എൻ്റെ പബ്ലിക് മീറ്റിങ്ങുകൾ COA സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി KV രാജൻ, നേതാക്കളായ